നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലൂടെയും തൃശൂർ ജില്ലയിലെ കുന്നംകുളം നിയോജക മണ്ഡലത്തിലൂടെയും ആലപ്പുഴ ജില്ലയിലെ കായംകുളം നിയോജക മണ്ഡലത്തിലൂടെയും നമുക്കൊന്ന് യാത്ര ചെയ്യാം. വികസന തുടർച്ചയുടെ ആദ്യത്തെ യാത്ര ടിപ്പു സുൽത്താന്റെ പടയോട്ടങ്ങളുടെ ഓർമ്മകളും പുരാതന ജൈന ക്ഷേത്രത്തിന്റെ പ്രൗഢിയും കാർഷിക സംസ്കൃതിയുടെ പച്ചപ്പും പേർന്ന വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലൂടെയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരും കിഫ്ബിയും ചേർന്ന് നിരവധി വികസന പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കിയത്. വയനാടിനെ പോലെ ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രാധാന്യമുള്ളതും ടൂറിസം, കൃഷി തുടങ്ങിയ മേഖലകളിൽ വലിയ സാധ്യതകളുള്ളതുമായ ഒരു ജില്ലയിൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ ഈ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടപ്പിലാക്കിയത്. മണ്ഡലത്തിലെ കൂടുതൽ വികസന വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ 2021-26 കാലയളവുകളിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വയനാട് ജില്ലയിലും സുൽത്താൻ ബത്തേരി മണ്ഡലത്തിലും കിഫ്ബി വികസന ഫണ്ട് ഉപയോഗിച്ച് വലിയ വികസന പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചത്. സുൽത്താൻ ബത്തേരി അസംബ്ലി മണ്ഡലത്തിൽ മാത്രം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 271 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബിയിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. 199 കോടി രൂപയാണ് സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ മാത്രം റോഡുകൾക്ക് വേണ്ടി ആധുനികീകരിക്കപ്പെട്ട റോഡുകൾക്ക് വേണ്ടി ചെലവഴിച്ചത്. ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ചേരമ്പാടിയിലേക്കുള്ള വയനാട്ടിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട അന്തർ സംസ്ഥാന പാതയാണ്. വയനാടിനെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അന്തർ സംസ്ഥാന പാതയാണ് സുൽത്താൻ ബത്തേരി താളൂർ ചേരമ്പാടി റോഡ്. 31 കോടി രൂപ മുടക്കിയാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ആ റോഡ് ഗതാഗതയോഗ്യമാക്കിയത്. അതേപോലെ തന്നെ ബീനാച്ചി മാനന്തവാടി റോഡ്, കണിയാമ്പറ്റ മീനങ്ങാടി റോഡ്, പയ്യമ്പള്ളി പെരിക്കല്ലൂർ റോഡ് ഉൾപ്പെടെയുള്ള സുൽത്താൻ ബത്തേരി മണ്ഡലത്തിലെ വളരെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം ഇന്ന് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചിരിക്കുകയാണ്. ഇതോടുകൂടെ ഒരു കാലത്ത് ഗതാഗത പ്രശ്നത്തിൽ വലഞ്ഞിരുന്ന വലിയ പ്രതിസന്ധിയിലുണ്ടായിരുന്ന സുൽത്താൻ ബത്തേരി മണ്ഡലവും അതേപോലെ തന്നെ വയനാട് ജില്ലയിലെ മറ്റ് 3 മണ്ഡലങ്ങളും വലിയ രൂപത്തിൽ ഗതാഗത രംഗത്ത് മുന്നേറ്റമുണ്ടാക്കിയിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ മണ്ഡലത്തിൽ സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതാണ്ട് എല്ലാ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഹൈസ്കൂളുകൾ, വാഗേരി ഗവൺമെൻറ് ഹൈസ്കൂൾ, ആനപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചീരാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, പെരിക്കല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, മീനങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അമ്പലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, വടുവഞ്ചാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള മണ്ഡലത്തിലെയും ജില്ലയിലെയും നിരവധി പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പുതിയ കെട്ടിടങ്ങൾ അനുവദിക്കേണ്ടത്. ഏതാണ്ട് 3 കോടി രൂപ മുടക്കി ആണ് ഈ കെട്ടിടങ്ങളെല്ലാം നവീകരിച്ചത്. സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ മാത്രം 33 കോടി രൂപയാണ് ഈ സ്കൂൾ കെട്ടിടങ്ങൾ, പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി വളരെ മെച്ചപ്പെട്ട പശ്ചാത്തല സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യം നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കാൻ കിഫ്ബി ഫണ്ട് സഹായകരമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതേപോലെ വയനാട്ടിലെയും സുൽത്താൻ ബത്തേരി മണ്ഡലത്തിലെയും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് നമ്മുടെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ മാത്രം 44 കോടി രൂപയാണ് ഈ കാടിനെയും കാടിൻ്റെ അതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഫെൻസിങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി 44 കോടി രൂപയാണ് അനുവദിക്കപ്പെട്ടത്. അതിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഒരു മാതൃക റെയിൽ ഫെൻസിങ് എന്ന് നമ്മൾ സ്ഥാപിച്ചിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരി മണ്ഡലത്തിലെ KSRTC ഗ്യാരേജ് മുതൽ മൂടക്കുലി വരെയുള്ള 10 കിലോമീറ്റർ നീളത്തിലാണ് റെയിൽ ഫെൻസിങ് സ്ഥാപിച്ചിട്ടുള്ളത്. കാട്ടാന ഉൾപ്പെടെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഫലപ്രദമായ ഫെൻസിങ്ങായി അത് മാറിയിരിക്കുകയാണ്.
ഇത് വിജയിക്കുന്നതോടുകൂടെ സംസ്ഥാനത്താകെ ഈ റെയിൽ ഫെൻസിങ് വ്യാപിപ്പിക്കണമെന്നാണ് സർക്കാർ ആലോചിക്കുന്നത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വയനാട്ടിൻ്റെ ഒരു പ്രശ്നമായ വന്യമൃഗ ശല്യത്തെ പ്രതിരോധിക്കാനും കിഫ്ബി ഉപയോഗിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. സംസ്ഥാനത്തിൻ്റെ വികസന മുന്നേറ്റത്തിൽ വലിയ പങ്കാണ് കിഫ്ബി വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ വയനാട് ജില്ല കേരളത്തിൽ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല എന്ന നിലക്ക് വയനാട് ജില്ലയുടെയും വികസന മുന്നേറ്റത്തിന്, അതിൻ്റെ ഭാഗമായി സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൻ്റെയും വികസന മുന്നേറ്റത്തിന്, പ്രത്യേകിച്ച് പശ്ചാത്തല വികസന സൗകര്യ വികസന മേഖലയിൽ വലിയ മുന്നേറ്റമാണ് കിഫ്ബി ഫണ്ടിലൂടെ സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും വയനാടിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ ഇടപെടലാണ് കിഫ്ബി നടത്തിയിട്ടുള്ളതെന്ന് സംശയമില്ലാതെ പറയാൻ കഴിയും. കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കാലത്തെ വയനാടിൻ്റെ വികസന ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ 4.5 പതിറ്റാണ്ട് കാലത്തെ ജില്ലയുടെ വികസന ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാലഘട്ടമാണ് 2016 മുതൽ 2026 വരെയുള്ള 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലം. ഒരുപക്ഷെ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റമാണ് വയനാട്ടിൽ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആർജിക്കാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെയാണ് മലയോര ഹൈവേയുടെ ഭാഗമായി വയനാട് മാറുകയാണ്. ഇന്നിപ്പോൾ ചൂരൽമല വരെയുള്ള ബോയ്സ് ടൗൺ മുതൽ ചൂരൽമല വരെയുള്ള മലയോര ഹൈവേ, ആ മലയോര ഹൈവേയുടെ നിർമ്മാണത്തിൻ്റെ 90% പൂർത്തീകരിക്കുകയാണ്. 240 കോടി രൂപയാണ് ഈ മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന് വേണ്ടി കേരളത്തിലെ സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത്. ആ നിലയിൽ കാര്യങ്ങൾ വരികയാണ്. ചികിത്സാരംഗത്ത് വലിയ രൂപത്തിലേക്ക് പിന്നോക്കം നിൽക്കുന്ന ജില്ലയായിരുന്നു വയനാട്. ഇന്നിപ്പോൾ വയനാട് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇന്നിപ്പോൾ പ്രതിമാസം 50,000 രോഗികൾ എത്തുന്ന മെഡിക്കൽ കോളേജായി മാറുകയാണ്. മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളുടെ മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിച്ചിരിക്കുന്നു. 2028 50 ഡോക്ടർമാർ പഠിച്ച് പുറത്തിറങ്ങുന്ന രൂപത്തിലേക്ക് കോളേജിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ കഴിഞ്ഞു, അവരുടെ പഠനം ആരംഭിച്ചിരിക്കുകയാണ്. ആ നിലയിൽ കാത്തനാവ് ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടെയുള്ള മെഡിക്കൽ കോളേജാണ് പ്രവർത്തിക്കുന്നത്. വലിയ രൂപത്തിലേക്ക് കൂടുതൽ വികസനത്തിലേക്ക് വയനാട്ടിലെ മെഡിക്കൽ കോളേജ് കടക്കുകയാണ്. ആരോഗ്യ മേഖലയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുകയാണ്. മറ്റൊന്ന്, വയനാട്ടിലെ ഭൂപ്രശ്നം, നിരവധിയായിട്ടുള്ള ഭൂമിയുള്ള ആളുകൾ 5 സെൻറ്റിലും 10 സെൻറ്റിലും എല്ലാം കിടക്കുന്ന, വർഷങ്ങളോളമായി പട്ടയമില്ലാതെ ഒരു തുണ്ട് ഭൂമിയുടെ കൈവശരേഖമില്ലാതെ കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ ഭൂമിക്ക് കൈവശരേഖ, പട്ടയം എന്ന സ്വപ്നം ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 5000 കുടുംബങ്ങൾക്കുള്ള പട്ടയം വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ വീടില്ലാത്ത ആളുകൾക്ക് ഭവനം 27,000 ആളുകൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 27,000 ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 27,000 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ കേരളത്തിലെ സർക്കാർ കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ സമസ്ത മേഖലയിലും വികസനത്തിൻ്റേതായിട്ടുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് വയനാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു പിന്നോക്ക ജില്ലയായിട്ടല്ല വയനാട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കേരളത്തിലെ മുന്നോക്ക ജില്ലയോടൊപ്പം കുതിക്കുന്ന വികസന രംഗത്ത് വലിയ മുന്നേറ്റം സാധ്യമാക്കിയ ഒരു ജില്ലയായി വയനാട് മാറുകയാണ്. അതിന് തീർച്ചയായും വയനാട് ജില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരോട് കടപ്പെട്ടിരിക്കുകയാണ് എന്ന് കാണാൻ പറ്റും. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര സാംസ്കാരിക പെരുമയ്ക്കും അച്ചടി വ്യവസായത്തിനും പേരുകേട്ട ചരിത്രവും പാരമ്പര്യവും ഇഴചേർന്ന് കിടക്കുന്ന കുന്നംകുളം നിയോജക മണ്ഡലത്തിലൂടെയാണ്. കഴിഞ്ഞ 10 വർഷമായി കാലത്തിനനുസരിച്ചുള്ള വികസനത്തിന്റെ പാതയിലാണ് ഈ മണ്ഡലം. ഏതൊരു നാടിന്റെ വളർച്ചയ്ക്കും അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണ്. നല്ല റോഡുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ശുദ്ധജലം, വൈദ്യുതി, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, അങ്ങനെ പലതും. ഇത്തരം വലിയ പദ്ധതികൾക്ക് ഭീമമായ തുക ആവശ്യമായി വന്നപ്പോൾ അതിന് പരിഹാരമായാണ് കേരള സർക്കാർ കിഫ്ബിയുമായി ചേർന്ന് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. കിഫ്ബിയിലൂടെ കുന്നംകുളം നിയോജക മണ്ഡലത്തിന്റെ മുഖഛായ തന്നെ മാറ്റാൻ സാധിച്ചു. മണ്ഡലത്തിന്റെ കൂടുതൽ വികസന വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം.
കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വലിയ കുതിപ്പേറിയ ധനകാര്യ സംവിധാനമാണ്, ബദൽ സംവിധാനമാണ് കിഫ്ബി. കേരളത്തിൻ്റെ തനത് വരുമാനം കൊണ്ട്, വിഭവ സമാഹരണം കൊണ്ട് മാത്രം അടിസ്ഥാന വികസനം സാധ്യമാവില്ല എന്ന് വന്നപ്പോഴാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പ്രത്യേക നിധി എന്നുള്ള രീതിയിലുള്ള ആലോചന രൂപപ്പെട്ടത്. 1999 ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് ഇതിൻ്റെ ആലോചനയുണ്ടായത്. പക്ഷേ 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് നവകേരള സൃഷ്ടിക്ക് വേണ്ടിയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് പശ്ചാത്തല സൗകര്യം അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ട് നിയമസഭയ്ക്കകത്ത് നിയമനിർമ്മാണം നടത്തി നിയമവിധേയമായ ഏറ്റവും സുശക്തമായൊരു ധനകാര്യ സംവിധാനം എന്നുള്ള നിലയ്ക്ക് കിഫ്ബി രൂപപ്പെടുന്നത്. കിഫ്ബിയുടെ പ്രവർത്തനം കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നാഷണൽ ഹൈവേയുടെ ഭൂമി എടുക്കുന്നതിൽ, അതുപോലെ തന്നെ കെ-ഫോണിൻ്റെ കാര്യത്തിൽ, മലയോര ഹൈവേയുടെയും തീരദേശ ഹൈവേയുടെയും കാര്യത്തിൽ, അതുപോലെ തന്നെ ട്രാൻസ്ഗ്രിഡ് പദ്ധതിയുടെ സഹായം എത്തിക്കുന്ന കാര്യത്തിൽ, കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലെയും ആശുപത്രിയുടെയും നിലവാരം ഉയർത്താൻ, ഇറിഗേഷൻ പദ്ധതികൾക്ക് ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യമായ സൗകര്യമൊരുക്കാനാണ് ശ്രമിച്ചത്. അത് പരിപൂർണ വിജയമായിരുന്നു. കിഫ്ബിയെ തകർക്കാനുള്ള ശ്രമമുണ്ടായിട്ടും ഈ നാട്ടിലെ എല്ലാ മേഖലയിലുമായി 82,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് കിഫ്ബി ഇതുവരെ അംഗീകാരം കൊടുത്തിട്ടുള്ളത്. കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിൻ്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും MLA-മാർ വെച്ച നിർദ്ദേശങ്ങൾ പരിഗണിച്ച് അതിൻ്റെ ഏറ്റവും ഉന്നതമായ നിർമ്മാണ രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ മേഖലയിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നതും ചിലത് പൂർത്തീകരിച്ചിട്ടുള്ളതും. അത്തരം ഒരു സംവിധാനം ഉണ്ടായതുകൊണ്ടാണ് കേരളത്തിൽ പുതിയ നിക്ഷേപങ്ങൾ വരാൻ തുടങ്ങുന്ന സാഹചര്യം രൂപപ്പെട്ടു എന്നുള്ളത്. തീർച്ചയായും അത് കേരളത്തിന് അഭിമാനകരമായ ഒന്നാണ്. ആ പദ്ധതിക്കെതിരായി വർത്തമാനം പറഞ്ഞവരും പക്ഷെ അവനവൻ്റെ മണ്ഡലത്തിൽ ഈ പദ്ധതി വേണം എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്. അപ്പോൾ കിഫ്ബി കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അനിവാര്യമാണ് എന്നെല്ലാവരും സമ്മതിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ കേരളത്തിലെ കിഫ്ബി പ്രഖ്യാപിച്ച ആദ്യത്തെ വർക്ക് പൂർത്തീകരിച്ച ഒന്നാണ് അക്കിക്കാവ് കടങ്ങോട് എരുമപ്പെട്ടി റോഡ്. 9 കിലോമീറ്റർ ദൂരം 18.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് BMBC നിലവാരത്തിൽ 2-3 പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചത്. ഇപ്പോൾ കുന്നംകുളം ജംഗ്ഷൻ വികസനത്തിന് 59 കോടി രൂപയുടെ പദ്ധതി ടെൻഡർ കഴിഞ്ഞ് അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടക്കാൻ പോവുക. 96 കോടി രൂപയുടെ ഭരണാനുമതിയുള്ള കുന്നംകുളം താലൂക്ക് ആശുപത്രി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുന്നംകുളം പട്ടണത്തിലെ തിരക്കൊഴിവാക്കി പോകാൻ കഴിയുന്ന ഒരു സമാന്തര സംവിധാനമാണ്. 48 കോടി രൂപ മുടക്കി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പകുതിയിലധികം ദൂരം പുതിയ സാങ്കേതിക വിദ്യയിൽ അതിൻ്റെ ടാറിംഗ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കി പണികൾ നടക്കാൻ പോവുക. കുന്നംകുളത്തെ റിംഗ് റോഡ് വികസനത്തിന് 63 കോടി രൂപയുടെ ഭരണാനുമതി ഫിനാൻഷ്യൽ സാങ്ഷനുമായിട്ടുണ്ട്. അതോടൊപ്പം ജംഗ്ഷൻ വികസനം ഞാൻ നേരത്തെ പറഞ്ഞ ടെൻഡർ പൂർത്തീകരിച്ച് പണി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ കുന്നംകുളം പട്ടണത്തിലേക്ക് മാത്രം 120 കോടിയോളം രൂപ ഇതിൻ്റെ ഭാഗമായി ലഭ്യമാകുന്നു. നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളായിട്ട് ഇത് കിഫ്ബിയുടെ ഈ പണം കൊണ്ട് പ്രയോജനപ്പെടുത്തുക. ഒരു വളർന്നു വരുന്ന നഗരപ്രദേശം എന്നുള്ള നിലയ്ക്ക് കുന്നംകുളത്തെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് 14 കോടി രൂപയുടെ ഫിനാൻഷ്യൽ സാങ്ഷൻ ആയിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആലോചന നടക്കുക. അതുപോലെ തന്നെ മത്സ്യ മാർക്കറ്റ് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പരിഹരിച്ചുകൊണ്ട് മത്സ്യ മാർക്കറ്റ് 4.5 കോടി രൂപ മുടക്കി മത്സ്യ മാർക്കറ്റിൻ്റെ നവീകരണവും അതിനാവശ്യമായ പണവും കിഫ്ബിയാണ് മുടക്കിയിട്ടുള്ളത്. വടക്കാഞ്ചേരി പുഴ സംരക്ഷണത്തിൻ്റെ ഭാഗമായി മുട്ടിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് അതിന് ഏകദേശം 16 കോടിയോളം രൂപ വരുന്നതാണ്. അതിൻ്റെയും നിർമ്മാണം ആരംഭിക്കേണ്ട ഘട്ടത്തിലെത്തിയിട്ടുണ്ട് കിഫ്ബിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി. കടവല്ലൂർ 5 കോടി രൂപ മുടക്കിയിട്ടുള്ള സ്കൂളും
തയ്യൂർ, വേലൂർ, പഴഞ്ഞി, എരുമപ്പെട്ടി, കുന്നംകുളം ബോയ്സും ഗേൾസും ഉൾപ്പെടെയുള്ള ഈ മണ്ഡലത്തിലെ മരത്തങ്കോട് ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ സ്കൂളുകൾക്കും ഹയർ സെക്കൻഡറി ആയാലും അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയാലും ഹൈസ്കൂളുകൾക്കുമൊക്കെ കെട്ടിടം നിർമ്മിച്ചു നൽകി കിഫ്ബി ഫണ്ട് വഴിയാണ്. സ്കൂൾ കെട്ടിടങ്ങൾക്ക് മാത്രം ഏകദേശം 28 കോടി രൂപ കിഫ്ബി വഴി കുന്നംകുളം മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു കാലത്തുമില്ലാത്ത കുതിച്ചുചാട്ടമാണ് കിഫ്ബി ഫണ്ടിൻ്റെ പ്രയോഗം വഴി കുന്നംകുളത്ത് സാധ്യമായത് എന്നുള്ളത്. എത്രയോ കാലമായി മനുഷ്യൻ ആഗ്രഹിച്ചിരുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാൻ പിണറായി വിജയൻ സർക്കാരിനായി അത് കിഫ്ബിയുടെ സഹായത്തോടു കൂടിയാണ് എന്നുള്ളതും ഞാൻ ഓർക്കുന്നു. തീർച്ചയായും ഈ വികസന പ്രവർത്തനങ്ങൾ നാളത്തെ കേരളത്തെ, ഭാവി കേരളത്തെ, ചെറുപ്പക്കാരുടെ കേരളത്തെ, തൊഴിലന്വേഷകരുടെ കേരളത്തെ ഒരു നവകേരളം സൃഷ്ടിക്കാൻ ഏറ്റവും അനുയോജ്യമായ ബദൽ സംവിധാനമാണ്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര ചരിത്രവും ഐതിഹ്യവും വാണിജ്യവും ഇഴചേർന്ന ഓണാട്ടുകരയുടെ സാംസ്കാരിക തനിമ പേറുന്ന ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റത്തെ പ്രധാന പട്ടണങ്ങളിലൊന്നായ കായംകുളം നിയമസഭാ മണ്ഡലത്തിലൂടെയാണ്. തീരദേശത്തിന്റെ സാധ്യതകളും വെല്ലുവിളികളും കാർഷിക മേഖലയുടെ പ്രാധാന്യവും വളർന്നുവരുന്ന നഗരത്തിന്റെ ആവശ്യകതകളുമെല്ലാം ഒത്തുചേർന്ന ഈ മണ്ണിൽ നാളെയുടെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തേകുന്ന പദ്ധതികളാണ് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരള സർക്കാർ കിഫ്ബിയുമായി ചേർന്ന് നടപ്പിലാക്കിയത്. ഒരു നാടിന്റെ പുരോഗതിക്ക് ആക്കം കൂട്ടുന്നത് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളാണ്. അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികൾ, നിലവാരമുള്ള സ്കൂളുകൾ, ഗതാഗത കുരുക്കില്ലാത്ത റോഡുകൾ, റെയിൽവേ മേൽപ്പാലങ്ങൾ, തീരസംരക്ഷണം, സാംസ്കാരിക കേന്ദ്രങ്ങൾ, ശുദ്ധമായ കുടിവെള്ളം, മാലിന്യ സംസ്കരണ സൗകര്യങ്ങൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും കഴിഞ്ഞ 10 വർഷം കൊണ്ട് സർക്കാർ വികസനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മണ്ഡലത്തിന്റെ കൂടുതൽ വികസന വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി ഇപ്പം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടരുന്ന ഒട്ടനവധി കിഫ്ബി പദ്ധതികൾ നമ്മുടെ കായംകുളം അസംബ്ലി മണ്ഡലത്തിലുണ്ട്. കായംകുളത്ത് മാത്രമല്ല, കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളിലും കിഫ്ബിയുടെ സമാനതകളില്ലാത്ത കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു MLAക്ക് അവരുടെ 5 വർഷക്കാലം, ഒരു വർഷം 5 കോടി രൂപ വെച്ച് ചെലവഴിച്ചാൽ 5 വർഷക്കാലം 25 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ചെയ്യാൻ കഴിയുക. കൂടാതെ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഫണ്ടിൻ്റെ ഭാഗമായിട്ട് ഒരു കോടി രൂപയുടെ, അങ്ങനെ നോക്കിയാലും ഒരു വർഷം 6 കോടി രൂപ മാത്രമാണ് ചെയ്യാൻ കഴിയുന്നത്. അപ്പം വർഷത്തിൽ 5 വർഷം എടുക്കുമ്പോൾ 30 കോടി രൂപയുടെ വികസനം. എന്നാൽ കിഫ്ബി കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി, അല്ലെ കിഫ്ബി വന്നതോടുകൂടി, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ തൊട്ട് മുമ്പിലുള്ള കായംകുളം താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടം അടക്കം 46 കോടിയുടെ വികസനമാണ് കായംകുളം താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ 15 കോടിയുടെ മൾട്ടിപ്ലക്സ് തിയേറ്റർ, അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലതാമസവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം, ഗതാഗത പ്രശ്നമായിരുന്നു മാമ്പ്രക്കന്നേൽ റെയിൽവേ ഓവർ ബ്രിഡ്ജ്. അപ്പോൾ ആ മാമ്പ്രക്കന്നേൽ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് ആദ്യം 31 കോടിയാണ് അനുവദിച്ചത്. എന്നാൽ സ്ഥലമെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വഴി ഇപ്പോൾ അത് 2019 മുതൽ 24 വരെ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ആയി. കാരണം സ്ഥലമെടുപ്പെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെല്ലാം കൃത്യമായി പരിഹരിച്ചു. 36 കോടിയുടെ പുതുക്കി അപ്രൂവൽ ഇപ്പോൾ കിഫ്ബി നൽകിയിരിക്കുകയാണ്. കൂടാതെ 3 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മല്ലിക്കാട്ടുകടവ് റോഡ്, അതായത് ഭഗവതിപ്പടി മല്ലിക്കാട്ടുകടവ് ബാക്ക് വാട്ടർ റോഡ് എന്നാണ് അതിൻ്റെ പേര്, 20 കോടി രൂപയാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുകയാണ്,
5 വർഷം കൊണ്ട് അസറ്റ് ഫണ്ടിലൂടെ 25 കോടി ചെലവഴിക്കാൻ ഒരു MLAക്ക് കഴിയുള്ളൂ. അവിടെയാണ് 20 കോടിയുടെ റോഡ്, 46 കോടി രൂപയുടെ ആശുപത്രി കെട്ടിടം, 15 കോടി രൂപയുടെ തിയേറ്റർ കോംപ്ലക്സ്, അതുപോലെ തന്നെ 36 കോടിയുടെ റെയിൽവേ ഓവർബ്രിഡ്ജ് ROB, മാമ്പ്രക്കന്നി ROB അടക്കം നിരവധിയായിട്ടുള്ള കിഫ്ബി വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ കായംകുളം അസംബ്ലി മണ്ഡലം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ധാരാളം വികസന പ്രവർത്തനങ്ങൾ MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന കൂടാതെയാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇത് കൂടാതെ നമ്മുടെ കായംകുളത്ത് ദീർഘകാലമായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു. MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 20 കോടിയുടെ വികസനമാണ് 5 വർഷം കൊണ്ടല്ലേ 25 കോടിയുടെ ചെയ്യാൻ കഴിയുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പാലത്തിന് തന്നെ, എനിക്ക് ഇവിടുത്തെ ഏറ്റവും സുപ്രധാനമായൊരു പാലമായിരുന്നു കൂട്ടുംവാതിക്കൽ കടവ് പാലം. കിഫ്ബി ഫണ്ടല്ല, പക്ഷേ ഗവൺമെൻറ് സ്പെഷ്യൽ ഫണ്ട് തന്നുകൊണ്ട് 31 കോടി രൂപയുടെ ഒരു പാലമാണ് അവിടെ പൂർത്തീകരിച്ചത്. ഇതൊക്കെ വലിയൊരു ഗതാഗത സാധ്യതയാണ് നമുക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഈ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ മനോഹരമായിട്ട് പാർക്ക് ജംഗ്ഷൻ പാലം ഏകദേശം 6 കോടി രൂപ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, സാധാരണ ഒരു MLAക്ക് ചെയ്യാൻ കഴിയുമ്പോൾ മുൻകാലത്ത് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഇരട്ടി ഇപ്പോൾ നമുക്ക് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി കിഫ്ബി എന്ന സംവിധാനത്തോടു കൂടി നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ആശുപത്രി എന്നൊക്കെ പറഞ്ഞാൽ ഒരു മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ആയിരക്കണക്കിന് പേഷ്യൻസ് വരുന്ന താലൂക്ക് ആശുപത്രിയാണിത്. അപ്പോൾ അത് നമ്മുടെ കൺമുമ്പിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. അങ്ങനെ വൈവിധ്യങ്ങളായ ആരോഗ്യ രംഗത്താണെങ്കിലും ഗതാഗത രംഗത്താണെങ്കിലും അതുപോലെ സ്കൂളുകൾ, നമ്മുടെ 2 സ്കൂളുകൾ, നമ്മുടെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന കായംകുളം ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കെട്ടിടങ്ങൾ നമുക്ക് ഉയർത്തിയെടുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ രാമപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മനോഹരമായ മാതൃകയിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഭരണിക്കാവ് ഗവൺമെൻറ് UP സ്കൂൾ 1 കോടി രൂപ വെച്ചിട്ടൊരു UP സ്കൂൾ ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഇതിലെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, ഇത്തരം വലിയ ഫണ്ടുകൾ ഒരിക്കലും നമ്മൾ MLAമാർക്ക് അവരുടെ മൊത്തം ഫണ്ട് എടുത്ത് ചെയ്താലും ഇത്തരം വലിയ പദ്ധതികൾ നടപ്പാക്കാൻ മുൻകാലത്ത് കഴിയുകയുണ്ടായിരുന്നില്ല. എന്നാൽ 2016 ശേഷം വന്ന ജനപ്രതിനിധികളായി ഞങ്ങൾക്ക് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ധാരാളം വികസന പ്രവർത്തനങ്ങൾ അഭിമാനകരമായി നമ്മുടെ മണ്ഡലത്തിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള വലിയ പ്രത്യേകത കൂടിയുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ ഏകദേശം 2016 കഴിഞ്ഞ് ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവർക്കും ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവരെ സഹായിച്ച ഒരു വലിയ സംവിധാനമാണ് കിഫ്ബി. ഇപ്പോൾ കായംകുളത്ത് തന്നെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്. സാധാരണ ഒരു MLAക്ക് 5 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഒരു വർഷം ചെയ്യാൻ കഴിയുന്നതിരിക്കെ ഒരു പാലത്തിന് തന്നെ 30 കോടി, റെയിൽവേ ഓവർബ്രിഡ്ജിന് 36 കോടി, സ്കൂൾ കെട്ടിടങ്ങൾക്ക് 6 കോടി, പല സ്കൂൾ കെട്ടിടങ്ങൾ കാട്ടി. ഇപ്പോൾ എനിക്കിവിടെ ടൗണിലെ സ്കൂളിൽ തന്നെ 7 കോടി, അതുപോലെ രാമപുരം സ്കൂളിന് 5 കോടി, പന്തക്കാവ് സ്കൂളിന് 1 കോടി, പിന്നെ നമ്മളുടെ ROB പണിയാനായിട്ട് ഇപ്പോൾ 36 കോടി, തിയേറ്റർ കോംപ്ലക്സിന് 15 കോടി, അങ്ങനെ ഇഷ്ടംപോലെ ഫണ്ടുകളാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 5 കോടിയിൽ നിന്ന് ഒരു വികസന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ എനിക്കിവിടെ 6 പഞ്ചായത്ത് ഒരു നഗരസഭയാണ്. ഈ 5 കോടി 6 പഞ്ചായത്തുകൾക്ക് വേണ്ടി കൊടുത്തു കഴിയുമ്പോൾ തന്നെ പിന്നെ ഫണ്ടൊന്നും ഉണ്ടാവുകയില്ല. കാരണം അത്രയധികം ആവശ്യങ്ങളാണ്. ഇപ്പം ഞാൻ നമ്മുടെ ബജറ്റിൽ 10 കോടി രൂപ ബജറ്റിൽ സ്പെഷ്യലായിട്ട് അനുവദിച്ച് കിട്ടിയപ്പോൾ ഒരു 20 റോഡ് അല്ലെങ്കിൽ 22 റോഡ് നമ്മൾ 6 പഞ്ചായത്തിലും നഗരസഭയിലൂടെ ചെയ്ത് കഴിയുമ്പോൾ ആ പൈസ തീരുകയാണ്, 10 കോടി തീരുകയാണ്. കാരണം അത്രയധികം ചിലവേറിയതാണ് റോഡുകളുടെ നിർമ്മാണം, നല്ല നിലവാരത്തിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഫണ്ട് പരിമിതമായിരുന്നു. ഈ 5 കോടി കിട്ടുമ്പോൾ പോലും അവിടെയാണ് ഈ പറഞ്ഞ കിഫ്ബിയുടെ സഹായം കൂടി വന്നതോടുകൂടി ധാരാളം വികസന പ്രവർത്തനങ്ങൾ അഭിമാനത്തോടെ നമുക്ക് മണ്ഡലത്തിൽ ചെയ്യാനായിട്ട് കുറേയധികം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു റോഡിന് തന്നെ എനിക്ക് 20 കോടി കിട്ടിയിട്ടുണ്ട്. ഭഗവതിപ്പടി മല്ലിക്കാട്ട് കടവ് ബാക്ക് വാട്ടർ റോഡ്, അത് ഒരു 3 പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്നതാണ്. ലെങ്ത് ഉള്ളതാണ്. അപ്പോൾ അതിന് 20 കോടിയുടെ വർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ റോഡായും സ്കൂൾ കെട്ടിടങ്ങളായും തിയേറ്റർ കോംപ്ലക്സ് ആയും അതുപോലെ തന്നെ ഹോസ്പിറ്റലായും ഒക്കെ കിഫ്ബി നമ്മുടെ മണ്ഡലത്തിൽ അനുഭവവേദ്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഇച്ഛാശക്തിയുള്ള ഒരു ഇടപെടലായിരുന്നു അത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന കിഫ്ബി പദ്ധതി.
ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരവും ഉയർത്തുമെന്നതിൽ സംശയമൊന്നുമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.